കേരളത്തിൻ്റെ ശബ്ദം ഇത്തരം ഘട്ടങ്ങളിൽ വലിയ തോതിൽ പാർലമെൻറ്റിൽ മുഴങ്ങാറുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൻ്റെ ശബ്ദം വേണ്ട രീതിയിൽ ഉയർന്നില്ല. അതിന് കാരണം 20-ൽ 18 പേര് നിശബ്ദരായിപ്പോയി. അപ്പോൾ അത് കേരളത്തിൻ്റെ ശബ്ദം ഉയരാതിരിക്കാൻ കാരണമായി എന്നതും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്തിന് നേരെ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന അവഗണനയും വിവേചനവും ശക്തിപ്പെട്ട കാലമാണ്. അത്തരമൊരു അവഗണന തുടരുമ്പോൾ അതിനെതിരെ സാധാരണഗതിയിൽ ശബ്ദമുയരേണ്ടത് പാർലമെൻറ്റിലാണ്. പക്ഷേ ഈ 18-അംഗ സംഘം അത്തരത്തിൽ ഒരെതിർപ്പും പാർലമെൻറ്റിൽ രേഖപ്പെടുത്തിയില്ല. BJP ഗവൺമെൻറ്റിനെ തുറന്ന് വിമർശിക്കാനോ തുറന്ന് കാണിക്കാനോ തയ്യാറാകാത്ത സമീപനമാണ് നമ്മുടെ കേരളത്തിലെ 18-അംഗ സംഘം സ്വീകരിച്ചത്. മാത്രമല്ല BJP ഗവൺമെൻറ്റിനെ ന്യായീകരിക്കാനായിരുന്നു വ്യഗ്രത, കേരളത്തെ കുറ്റപ്പെടുത്താൻ. ഇപ്പോൾ എല്ലായിടങ്ങളിലും പറഞ്ഞൊരു ഉദാഹരണം ഇവിടെയും ഞാൻ ആവർത്തിക്കാം. MP-മാരുടെ യോഗം പാർലമെൻറ്റ് സമ്മേളനത്തിന് മുൻപ് ചേരും. ആ യോഗത്തിൽ 2 തവണ സംസ്ഥാന സർക്കാർ എല്ലാ പാർലമെൻറ്റ് അംഗങ്ങളും കൂടി ധനമന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കേണ്ട കാര്യം പറഞ്ഞു. കേരളത്തോട് എങ്ങനെയാണ് അവഗണന കാണിക്കുന്നത് എന്നത് കൃത്യമായി കണക്കുകൾ സഹിതം MP-മാരുടെ മുന്നിൽ അവതരിപ്പിച്ചു. എല്ലാവരും സമ്മതിച്ചു, കാണാം, നിവേദനം കൊടുക്കാം. പക്ഷേ നിവേദനത്തിൽ ഒപ്പിടാൻ തയ്യാറായില്ല. ഇത് ആദ്യ തവണ. രണ്ടാമത്തെ തവണ ഈ 18-അംഗ സംഘം പറഞ്ഞു, ഞങ്ങൾ ഒപ്പിടാം, പക്ഷെ ഒരു കാര്യം ഇതിലെഴുതണം, സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥയാണ് ഇതിനെല്ലാം ഇടയാക്കിയത് എന്നെഴുതണം. ഇപ്പോൾ രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണനയ്ക്കും വിവേചനത്തിനും എതിരായ നിവേദനം അതിൽ എഴുതണമെന്ന് പറഞ്ഞത് കേന്ദ്ര സർക്കാരിനോട് നമ്മൾ പറയുക, ഇതൊന്നും നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, ഞങ്ങളുടെ സംസ്ഥാനത്തൊരു സർക്കാരുണ്ട്, ആ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇത്ര പച്ചയായി കേന്ദ്ര ഗവൺമെൻറ്റിനെ ന്യായീകരിക്കാനും കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം ചാരി നിൽക്കാനും ഇവിടെ നമ്മുടെ കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു പോയ 18-അംഗ സംഘം തയ്യാറായി എന്ന ദുരനുഭവമാണ് നമുക്കുള്ളത്. അപ്പോൾ കേരളത്തോട് ഒരു കേരള വിരുദ്ധ സമീപനം BJPക്കുണ്ട്. അതിന് കാരണം അവരെ കേരളം സ്വീകരിക്കുന്നില്ല. ഇന്നലെ സ്വീകരിച്ചില്ല, ഇന്നും സ്വീകരിക്കുന്നില്ല, നാളെയും സ്വീകരിക്കില്ല. അതിലവർ പരിഭവിച്ചിട്ട് കാര്യമില്ല. കേരളം ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്നൊരു നാടാണ്. ആ നാടിന് വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളാനാകില്ല. പക്ഷേ അതുകൊണ്ട് കേരള വിരുദ്ധ സമീപനം BJP തുടർച്ചയായി സ്വീകരിക്കുന്നുണ്ട്.
ഈ 18 അംഗ സംഘം ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോയവരാണല്ലോ. അവരെന്തിനാണ് കേരള വിരുദ്ധ സമീപനത്തിലേക്ക് എത്തിയത്? പക്ഷേ നമ്മുടെ അനുഭവം അവരും കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ചു എന്നതാണ്. അപ്പോൾ ജനങ്ങൾ ഇതാണ് വിലയിരുത്തുന്നത്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ച ഇവരോട് കടുത്ത അമർഷമാണ് പൊതുവെ ജനങ്ങൾക്കുള്ളത്. കേരളത്തിൽ നിന്ന് പോകുന്നത് കേരളത്തിന് താല്പര്യമുയർത്തുന്നവരാകണം, രാജ്യത്തിൻ്റെ മതനിരപേക്ഷതക്കും നാം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്കും ഹാനി വരുത്താനുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിനെ ശക്തമായി എതിർക്കുന്നവരാകണം, മതനിരപേക്ഷത സംരക്ഷിക്കുന്നവരാകണം. ഇതാണ് ജനങ്ങളുടെ പൊതുവായ ബോധ്യം. അതിൻ്റെ ഭാഗമായി 20 മണ്ഡലങ്ങളിലും കാണാൻ കഴിഞ്ഞത് അഭൂതപൂർവമായ കാഴ്ചയാണ്. ഈ വികാരത്തിൽ നിൽക്കുന്ന ജനങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും LDF അനുകൂലമായ ഒരു തരംഗം എന്ന രീതിയിൽ ഉയർന്നു വരുന്നതിന് ഇടയാക്കിയിരിക്കുകയാണ്. പൊതുവെ LDF മികവാർന്ന വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടാനാകുമെന്നതാണ് പൊതുവെയുള്ള നില.